പ്രിയമുള്ളവരെ, വചനജ്വാല 1490 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് സെപ്റ്റംബർ 29 തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ പ്രഭാഷകന്റെ പുസ്തകം 21 അധ്യായം 11 മുതൽ 28 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ജ്ഞാനിയും ഭോഷനും. നിയമവിധേയൻ വികാരങ്ങളെ നിയന്ത്രിക്കുന്നു. ജ്ഞാനം ദൈവഭക്തിയിൽ പൂർണ്ണമാകുന്നു. ബുദ്ധി സാമർഥ്യമില്ലാത്തവനെ പഠിപ്പിക്കുക സാധ്യമല്ല. എന്നാൽ നീരസം വളർത്തുന്ന ഒരു തരം സാമർഥ്യമുണ്ട്. ബുദ്ധിമാന്റെ ജ്ഞാനം കവിഞ്ഞൊഴുകുന്ന നദി പോലെ പെരുകുന്നു. അവന്റെ ഉപദേശം വറ്റാത്ത നീരുറവയാണ്. ഭോഷന്റെ മനസ്സ് ഓട്ടക്കലം പോലെയാണ്. അതിൽ അറിവ് തങ്ങി നിൽക്കില്ല. അറിവുള്ളവൾ ജ്ഞാനസൂക്തങ്ങൾ കേൾക്കുമ്പോൾ അവയെ പുകഴ്ത്തുകയും പരിപുഷ്ടമാക്കുകയും ചെയ്യും. ഭോഷൻ അവ പുച്ഛിച്ച് പുറംതള്ളും. ഭോഷന്റെ സംസാരം ഭാരമുള്ള ചുമട് പോലെയാണ്. ബുദ്ധിമാന്റെ സംഭാഷണം ആനന്ദം ഉളവാക്കുന്നു. സദസ്യർ ബുദ്ധിമാന്റെ സംസാരം സ്വാഗതം ചെയ്യുകയും അതേപ്പറ്റി ചിന്തിക്കുകയും ചെയ്യുന്നു. ഭോഷന് ജ്ഞാനം വീണു തകർന്നു കിടക്കുന്ന വീട് പോലെയാണ്. അജ്ഞന്റെ അറിവ് പരസ്പര ബന്ധമില്ലാത്ത പുലമ്പലാണ്. മൂഢന് വിദ്യാഭ്യാസം കാലുകളിൽ ചങ്ങല പോലെയും വലതു കൈയിൽ വിലങ്ങ് പോലെയുമാണ്. ഭോഷൻ ഉറക്കെ ചിരിക്കുന്നു. ബുദ്ധിമാൻ നിശബ്ദം പുഞ്ചിരിക്കുന്നു. ബുദ്ധിമാനെ വിദ്യ സ്വർണാഭരണം പോലെയും വലതു കൈയിൽ വള പോലെയുമാണ്. ഭോഷൻ വീട്ടിലേക്ക് തള്ളിക്കയറുന്നു. അനുഭവ സമ്പന്നൻ ഉപചാരപൂർവം അതിൻ്റെ മുൻപിൽ നിൽക്കുന്നു. സംസ്കാര ശൂന്യൻ വീട്ടിനുള്ളിലേക്ക് ഒളിഞ്ഞു നോക്കുന്നു. സംസ്കാര സമ്പന്നൻ പുറത്ത് കാത്തു നിൽക്കുന്നു. വാതിൽക്കൽ ഒളിഞ്ഞു നിന്ന് ശ്രദ്ധിക്കുന്നത് അപമര്യാദയാണ്. വിവേകി അങ്ങനെ ചെയ്യാൻ ലജ്ജിക്കും. വ്യർത്ഥഭാഷകൻ അന്യരുടെ വാക്കുകൾ ആവർത്തിക്കുന്നു. വിവേകി വാക്കുകൾ തൂക്കി ഉപയോഗിക്കുന്നു. ഭോഷന്റെ മനസ്സ് വായിലും ബുദ്ധിമാന്റെ വായ് മനസ്സിലുമാണ്. ദൈവഭയമില്ലാത്തവൻ പ്രതിയോഗിയെ ശപിക്കുമ്പോൾ തന്നെ തന്നെയാണ് ശപിക്കുന്നത്. പരദൂഷകൻ തന്നെ തന്നെ മലിനമാക്കുന്നു. അവൻ അയൽക്കാർക്ക് നിന്ദ്യനാണ്. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് നമുക്കേറെ സുപരിചിതരായ മാലാഖമാരായ മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ ഈ 3 മാലാഖമാരുടെ തിരുനാളുകൾ സംയുക്തമായി ആഘോഷിക്കുന്ന പൊൻസുദിനമാണ്. ദൈവത്തിന്റെ അശരീരികളായ സന്ദേശവാഹകരാണ് മാലാഖമാർ. മനുഷ്യ സൃഷ്ടിക്ക് മുമ്പ് തന്നെ മാലാഖമാരെ സൃഷ്ടിച്ചുവെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വ്യക്തമാണ്. മനുഷ്യരുടെ മുഖച്ഛായ വ്യത്യസ്തമായിരിക്കുന്നത് പോലെ മാലാഖമാർക്ക് ശക്തി വ്യത്യസ്തമാണ്. അവരുടെ ശക്തി അനുസരിച്ച് 3 വൃന്ദങ്ങൾ ഉൾപ്പെടുന്ന 3 ഹയാർക്കികൾ ഉള്ളതായി പാരമ്പര്യമുണ്ട്.
പരിപൂർണതയുടെ ക്രമത്തിൽ അവ താഴെ ചേർക്കുന്നു. 1. സ്രാപ്പേമാർ, അതായത് സെറാഫുകൾ. ഒരു ഗണത്തിലെ സ്രാപ്പേമാർ കെരൂബുകൾ, സിംഹാസനങ്ങൾ. 2. ഭക്തിജാലകന്മാർ, ശക്തികൾ, ബലവത്തുക്കൾ. 3. പ്രധാനികൾ, റേശു മാലാകമാർ, മാലാകമാർ. അങ്ങനെ 3 ഗണമായിട്ടാണ് മാലാകമാരെ പൊതുവെ തിരിച്ചിട്ടുള്ളത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ആകെ 3 റേശു മാലാകമാരുടെ പേരുകൾ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അവരുടെ 3 പേരുടെയും തിരുനാൾ ആധുനിക പഞ്ചാംഗമനുസരിച്ച് ഇന്നാണ്. 493 അപ്പുലിയാനിൽ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ തിരുനാൾ കൊണ്ടാടിയതായി രേഖകളുണ്ട്. റോമായിലെ വിശുദ്ധ മിഖായേലിന്റെ ദേവാലയത്തിന്റെ പ്രതിഷ്ഠ 610 സെപ്റ്റംബർ 29 ആയിരുന്നു. വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ ലൂസിഫർ പ്രതിഭകളെ മിഖായേലും സഹദൂതന്മാരും കൂടി തോൽപ്പിച്ചു എന്ന് കാണുന്നുണ്ട്. അതിനാൽ മിഖായേൽ മാലാഖ സഭാ സംരക്ഷകനാണ്. ഗ്രീക്ക് പിതാക്കന്മാർ മിഖായേലിനെ റേശു മാലാഖമാരുടെ തലവനായിട്ടാണ് ചേർക്കുന്നത്. ഗ്രീക്ക് പിതാക്കന്മാർ മിഖായേലിനെ റേശു മാലാഖമാരുടെ വൃന്ദത്തിലല്ല ചേർക്കുന്നത്, പ്രത്യുത സ്രാപ്പേ മാലാഖമാരുടെ തലവനായിട്ടാണ്. ദാനിയേലിന്റെ പുസ്തകം 10-ഉം 12-ഉം അധ്യായങ്ങളിലും യൂദയായുടെ ലേഖനത്തിലും മിഖായേൽ മാലാഖ അനുസ്മരിക്കപ്പെടുന്നു. പൈശാചിക ആക്രമണങ്ങളിൽ മിഖായേൽ മാലാഖയോടുള്ള പ്രാർത്ഥന എത്രയും ഫലവത്താണ്. മിഖായേൽ ദൈവത്തെ പോലെ ആരുണ്ട് എന്നാണ് ലൂസിഫർ പ്രഭികളുടെ വിപ്ലവത്തിൽ ഈ മാലാഖ വിളിച്ചു പറഞ്ഞത്. അതുതന്നെ മാലാഖയുടെ നാമധേയമായി. ദൈവത്തിന്റെ ശക്തൻ എന്നാണ് ഗബ്രിയേൽ എന്ന പദത്തിന്റെ വാച്യാർത്ഥം. അദ്ദേഹത്തിന്റെ പേര് വിശുദ്ധ ഗ്രന്ഥത്തിൽ 4 പ്രാവശ്യം കാണുന്നു. അലക്സാണ്ടർ ചക്രവർത്തി പേർഷ്യൻ സാമ്രാജ്യത്തെ ആക്രമിച്ച് നശിപ്പിച്ചതും ചക്രവർത്തിയുടെ മരണശേഷം സൈനികർ ഭാഗിച്ചെടുക്കുന്നതും ഗബ്രിയേൽ ദാനിയേൽ പ്രവാചകനെ വിവരിച്ചു കൊടുക്കുന്നുണ്ട്. രക്ഷകന്റെ ജനനം പ്രവാചകനെ അറിയിക്കുന്നു. സ്നാപകന്റെ ജനനം സക്കറിയാസിനെയും രക്ഷകന്റെ അവതാരം മറിയത്തെയും മുൻകൂട്ടി അറിയിക്കുന്നു. യഹൂദന്മാർ ഗബ്രിയേലിനെ വിധിയുടെ മാലാഖയായി അനുസ്മരിക്കുന്നു. മിഖായേൽ കഴിഞ്ഞാൽ അവരുടെ ദൃഷ്ടിയിൽ 1-ാം സ്ഥാനം ഗബ്രിയേലിനാണ്. ക്രിസ്തീയ പാരമ്പര്യമനുസരിച്ച് വിശുദ്ധ യൗസേപ്പിതാവിന്റെ സംശയങ്ങൾക്ക് നിവാരണം നൽകിയതും ഗത്സമനിയിൽ കർത്താവിനെ ആശ്വസിപ്പിച്ചതും ഈ മാലാഖയാണ്. തപാൽ ഉദ്യോഗസ്ഥരുടെ മധ്യസ്ഥനാണ് വിശുദ്ധ ഗബ്രിയേൽ. ദൈവം സുഖപ്പെടുത്തി എന്നാണ് റഫായേൽ മാലാഖയുടെ സംജയുടെ വാച്യാർത്ഥം. ഗബ്രിയേലിന് തോബിത്ത് കടം കൊടുത്തിരുന്ന സംഖ്യ വാങ്ങിക്കാൻ മകൻ തോബിയാസിനെ അയച്ചപ്പോൾ സഹയാത്രികനായി ദൈവം അയച്ചു കൊടുത്ത മാലാഖ റഫായേലാണ്. അദ്ദേഹം തന്നെ ഇങ്ങനെ പ്രവചിക്കുകയുണ്ടായി: കർത്താവിന്റെ മുൻപിൽ നിൽക്കുന്ന 7 മാലാഖമാരിൽ ഒരാളായ റഫായേലാണ് ഞാൻ. വെളിപാടിന്റെ പുസ്തകം 8-ാം അധ്യായം ചേർത്ത് വായിക്കുമ്പോൾ ഈ 7 പേരിൽ റേശു മാലാഖമാർ 3 പേരും ഉൾപ്പെടുന്നുണ്ടെന്ന് കാണാം. അതിനാൽ റഫായേൽ റേശു മാലാഖ മാത്രമല്ല, സ്രാപ്പേയാണ്. ബത്സൈദ കുളത്തിൽ
ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി രോഗികളെ സുഖപ്പെടുത്തിയിരുന്നത് റഫായേലാണെന്നാണ് പാരമ്പര്യം. പ്രിയമുള്ളവരെ, പരിശുദ്ധ മാലാഖമാർ നിങ്ങളുടെ മിത്രങ്ങളായിരിക്കട്ടെ. നിങ്ങൾ എത്ര ദുർബലരും ദുഃഖിതരുമാണെങ്കിലും, എത്ര മഹാവിപത്തുകളാണ് നമ്മെ വലയം ചെയ്യുന്നതെങ്കിലും, ഈ ദൃശ്യ രക്ഷാകർത്താക്കളുടെ സംരക്ഷണയിൽ നമ്മൾ ഒട്ടും ഭയപ്പെടേണ്ടതില്ല. വിശുദ്ധ ബെർണാദ് പുണ്യവാൻ പറയുകയാണ്, പ്രിയരെ, ഈ 3 മാലാഖമാരെയും, പ്രധാന മാലാഖമാരായ മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ, ഈ 3 മാലാഖമാരുടെയും സംരക്ഷണം നമുക്ക് പ്രത്യേകമായി ആവശ്യപ്പെടാം, മാധ്യസ്ഥം ആവശ്യപ്പെടാം. ഇന്നത്തെ ഈ ദിവസം നിങ്ങൾക്കെല്ലാവർക്കും സുന്ദരമായിരിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.